ബാലയുടെ ലിവിങ് ടുഗദർ പങ്കാളിയായ ഡോക്ടർ എലിസബത്ത് എന്ന ഒരു പെൺകുട്ടി അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് എന്നതിലപ്പുറം വെറും ഒരു വിഡ്ഢിയായിരുന്നു എന്ന് തീർച്ചയായിട്ടും പറയേണ്ടതായിട്ട് വരും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ആ പെൺകുട്ടിയോട് യാതൊരു വൈരാഗ്യവുമില്ല, സഹതാപം മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ട് മനസ്സിലാക്കുക, എലിസബത്ത് എന്നൊരു പെൺകുട്ടി വിവാഹം കഴിച്ചത് ബാല എന്ന തമിഴനെയാണ്. തമിഴന്മാരുടെ പൊതുവായ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മലയാളികളിൽ നിന്നും വ്യത്യസ്തമായി 1, 2, 3, 4 ഭാര്യമാരാകാം, അവർക്കൊരു പ്രശ്നവുമില്ല. അതായത് ചിഹ്ന വീട് എന്ന ഒരു സിസ്റ്റം തമിഴ്നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്നതാണ്. അവരുടെ ഇടയിൽ അതൊരു പ്രശ്നമേ അല്ല. 2, ഒരു സിനിമാ പെൺകുട്ടി വിവാഹം കഴിച്ചു. അയാൾ എന്തിനാണ് ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയാളുടേതായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ബാല എന്ന വ്യക്തിയോട് ആദ്യമായിട്ട് അങ്ങാരോടുള്ള താല്പര്യം പറഞ്ഞത് എലിസബത്താണ്. ഇയാൾ കുറേ കാലം താല്പര്യമൊന്നും പറഞ്ഞില്ല. കുറേ കാലം പുറകെ നടന്നോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഫോളോ ചെയ്തോ ഇഷ്ടം തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണിച്ച ഒരു സുപ്രഭാതത്തിൽ അയാൾ വിവാഹം കഴിക്കാമെന്ന് പറയുന്നു. വിവാഹം കഴിക്കാമെന്നാണോ പറയുന്നത്? അല്ല, ലിവിങ് ടുഗദർ പങ്കാളി. ഒരു വിവാഹം പോലും കഴിക്കാതെ കേരളത്തിൽ വളർന്ന മെഡിക്കൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു പെണ്ണ് ഈ 2ാം കെട്ടുകാരനായ, യഥാർത്ഥത്തിൽ ബാല 3ാം കെട്ടുകാരനാണ്, 3ാം കെട്ടുകാരനായി ഇയാളുടെ പുറകെ പോകേണ്ട വല്ല കുഴപ്പവും ആ പെൺകുട്ടിക്കുണ്ടോ? അവർക്ക് അവരുടെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് തന്നെ നല്ല മിടുക്കരായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളെ കിട്ടും. ഇവരെ ആദ്യ വിവാഹമാണ് എന്ന് ചിന്തിക്കണം. അടുത്തതായിട്ട് ആ പെൺകുട്ടിക്ക് പറ്റിയ ഒരു പരാജയം, വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് ഇവനോടുള്ള ആസക്തി. അതിന് പറയാൻ ഒറ്റ കാരണമുള്ളൂ, ബാല എന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ തോന്നിയ ഒരു ആകർഷണം എന്നതിലപ്പുറത്തേക്ക് ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ആ കൊച്ചു ചിന്തിച്ചില്ല എന്ന് വേണം പറയാൻ. വീട്ടുകാർ സമ്മതത്തോടെ നടത്തി കൊടുത്തില്ല. ഞാൻ പറഞ്ഞൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ പോലും അതിന് കുറച്ചുകൂടെ നിയമപരമായ ഒരു സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നു. ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ സാമാന്യ ബോധത്തോടെ നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, താൻ തോന്നികളും തൻ്റെ ഇടകളും നേരാവണ്ണം സാധാരണഗതിയിൽ പെണ്ണ് കിട്ടില്ലാത്തവരൊക്കെയാണ് ഈ ലിവിങ് ടുഗദറിലേക്ക് പോണേ. കാരണം അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ, സ്ത്രീ ആയിക്കൊള്ളട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, ദീർഘകാലമായ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർ പ്രതീക്ഷിക്കുന്നില്ല. എനിക്കൊരു ഇഷ്ടക്കേട് വരുമ്പോൾ ഞാൻ ഇട്ടേച്ചു പോകും, അല്ലെങ്കിൽ നിനക്ക് ഇട്ടേച്ചു പോകാം. അതേപോലെ കുട്ടികളുണ്ടായാൽ അവർക്ക് ഒരു ഉത്തരവാദിത്വം കൊടുക്കാനുള്ള വലിയ മനസ്സൊന്നുമില്ല. മനസ്സിൻ്റെ കൊടുക്കും, ഇല്ല ടാറ്റ ബൈ ബൈ, ഈ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള വ്യക്തികളാണ് ലിവിങ് ടുഗദറിലേക്ക് പോകുന്നത്. മാത്രമല്ല എലിസബത്ത് ചിന്തിക്കണം, ബാലയ്ക്കൊരു കുട്ടിയുണ്ട്. സ്വാഭാവികമായിട്ടും വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദർ പങ്കാളിയായിട്ട് കൂടെ കൂടുമ്പോൾ ആ സ്വത്തിൻ്റെ ബാലയുടെ അവകാശി എന്ന് പറയുന്ന അമൃതയ്ക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങളാണ്. അല്ലാതെ ലീഗലി ഇവളെ ഭാര്യയല്ല. ഇവരുടെ കുട്ടികൾക്ക് ലീഗലി ക്ലെയിം ചെയ്യാൻ ഇപ്പോഴത്തെ നിയമം അനുവദിക്കുന്നുണ്ട് എന്നതിലപ്പുറത്തേക്ക് ഒരു ഭാര്യയുടേതായ രീതിയിൽ പോലും യാതൊരു അവകാശവും ബാലയുടെ സ്വത്തിൽ കിട്ടില്ല. പിന്നെ എന്തിനാണ് ഇയാളെ പ്രേമിച്ച് വിവാഹം കഴിച്ച് സിനിമാ നടനാണെന്നുള്ള ആകർഷണമോ? വെറും മണ്ടത്തരമാണ്. അതേപോലെ വിവാഹം കഴിച്ച ആദ്യ കാലങ്ങളിൽ തന്നെ ഈ പെൺകുട്ടിക്ക് ബന്ധം നേരത്തെ നിർത്താമായിരുന്നു. വിവാഹം കഴിച്ച ആദ്യ ദിവസങ്ങളിലുള്ള പട്ടിക്കുഞ്ഞിനെ വിളിക്കുന്ന പോലെ എലിസബത്ത് കം ഹിയർ എന്നൊരാറ്റാണ് വിളിച്ചുകൊണ്ട് ആ വീഡിയോ ഇടുന്നത്. ഇവൻ തോന്നുമ്പോൾ ഇവന് വലിയ ആൾ കളിക്കാൻ ഇവനെന്തോ സംഭവമാണ് എന്നുള്ള തോന്നിപ്പിക്കുന്ന രീതിയിൽ കുറേ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. എലിസബത്ത് കം ഹിയർ എന്താ പട്ടിയാണോ? അടുത്തത്, ഇവന് ഈ സാമ്പത്തിക ശേഷിയിലേക്ക് സൗന്ദര്യം കുറഞ്ഞ പെണ്ണുങ്ങളോട് താല്പര്യമില്ല. എലിസബത്ത് ഇവനെ കരൾ രോഗമായിട്ട് ചാകം കിടന്നപ്പോൾ ഇവൻ പറഞ്ഞിട്ട് എൻ്റെ മുത്താണ്, ഗോൾഡാണ്, ഡയമണ്ടാണ്. ഇവനറിയാം ഇവനൊരു നാർസിസ്റ്റാണ്. ഇങ്ങനെ ഉള്ള ആളുകൾക്ക് നല്ല സ്വഭാവമുള്ളവരോടൊപ്പം ജീവിക്കാനുള്ള അർഹതയില്ലെന്നറിയാം. പക്ഷെ നല്ല സ്വഭാവമുള്ളവർക്ക് ഇവർ കൈവശമാക്കുകയും ചെയ്യും. അടുത്തത് ഇവന് ചാകാൻ കിടന്ന സമയത്ത് അന്നങ്ങ് തട്ടിപ്പോയായിരുന്നു, ഒരു കുഴപ്പമില്ല. ആ മരണത്തിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുച്ച് ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് പോലും അതിനെ കൂട്ടത്തിൽ നിർത്താനുള്ള ഒരു മനസ്സിവനില്ല. ഇവനെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കള്ളു കുടിക്കണം, പെണ്ണും പിടിച്ച് നടക്കണം. എലിസബത്ത് പിരിയാനുണ്ടായ കാരണമായിട്ട് പറഞ്ഞു, ഇവനൊരു ദിവസം ജൂനിയർ ആർട്ടിസ്റ്റിനെ വീട്ടിൽ കൊണ്ടുവന്നു. ലിവിങ് ടുഗദർ പങ്കാളിയായിട്ട് അവൾ നിൽക്കുമ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അഭിമാനമുള്ള ഒരു സ്ത്രീ സഹിക്കാവുന്നതിൻ്റെ പരിധി കഴിഞ്ഞപ്പോൾ പോയി. അതേപോലെ പലപ്പോഴും എലിസബത്തിൻ്റെയൊക്കെ ചാനലിലുള്ള വീഡിയോ എന്നറിയാം, ഓണം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് സദ്യ വാങ്ങിക്കൊടുക്കുന്നു. അത് മാന്യമായിട്ടൊരു വീഡിയോ ഇടുന്നു, ഞാൻ സന്തോഷവതിയാണെന്ന് വീട്ടുകാരെയോ നാട്ടുകാരെയോ അല്ലെങ്കിൽ കൂടുതലുള്ളവരെയോ ഒപ്പം പഠിച്ചവരൊക്കെ അറിയിക്കാനായിരിക്കും. പലരും സ്വാഭാവികമായിട്ട് ഈ ബാലേനെ പോലെയുള്ള ഒരു പൊട്ടനെ
വിവാഹം കഴിക്കുമ്പോൾ അവരുടെ പ്രൊഫഷനുള്ളവരൊക്കെ അവർ കുറ്റപ്പെടുത്തും, സ്വാഭാവികം. അപ്പോൾ ഇല്ല, ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കാനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ കുട്ടി ഒരു വീഡിയോ ഇടുന്നത്. അതിനകത്ത് അയാൾ കാണിക്കുന്ന ഓണസദ്യ നിങ്ങൾ എൻജോയ് ചെയ്ത് ഞാൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഇച്ചിരി ചോറെടുക്കുന്നു, അത് അതിൻ്റെ അണ്ണാക്ക് കുത്തി തിരിയിട്ട് അവൻ ഏറ്റ് പാട്ടിന് പോകണം. വെറും തെണ്ടി. അവൻ്റെ സൈക്കോ. എന്തായാലും എലിസബത്ത് കാണിച്ച വെറും ഒരു മണ്ടത്തരമാണ്. അതേപോലെ ഇപ്പോഴാണേലും എലിസബത്ത് ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എലിസബത്ത് അമൃതയായിട്ട് ബന്ധം സ്ഥാപിച്ച അടുത്ത മണ്ടത്തരമാണ്. കാരണം ഈ ബാല എന്ന് പറയുന്ന വ്യക്തി ചെകുത്താൻ്റെ പുറകെ വരെ തോക്കും കൊണ്ട് പോയതാണ്. സന്തോഷ് വർക്കി എന്ന ആറാട്ടണനെ കുറച്ച് ദിവസം തടങ്കിൽ വെച്ച് ഇഷ്ടം പോലെ കീറ് കൊടുത്തിട്ട് അയാൾ പറയുന്ന രീതിയിൽ അയാൾക്ക് രക്ഷപ്പെടാൻ കണക്കാക്കിയുള്ള മൊഴികൾ കൊടുപ്പിച്ച വ്യക്തിയാണ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം. എലിസബത്ത് എന്ന ഒരു പെൺകുട്ടി ബാലയുടെ ആദ്യ ഭാര്യയോടൊത്ത് സൗഹൃദം സ്ഥാപിക്കുകയും അവരുമായിട്ട് അടുപ്പം സ്ഥാപിക്കുകയും അവരുമായിട്ട് ഫോൺ കോൾ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതെല്ലാം എലിസബത്തിൻ്റെ ജീവന് ഭീഷണിയാണ്. ആ പെൺകുട്ടിയെ എവിടെയെങ്കിലും തട്ടിക്കളഞ്ഞു, വണ്ടി ഇടിച്ച് ചത്തോ വേറെ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത പോലും ഉണ്ട്. അവരെ ഒന്നും പരസ്യമായിട്ട് പറയണ്ട. ഇനി ബാലയുടെ കൂട്ടത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ അടങ്ങുന്ന ഫോട്ടോ ഉണ്ട്, അതെടുത്ത് പബ്ലിക്കിലോട്ട് ഇട്ട് വീശി കൊടുക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരു ബോധമില്ലാത്ത കാമപ്രാന്തൻ്റെയും എന്നാൽ കയ്യിൽ പൈസ ഇഷ്ടം പോലെയുള്ള ഒരു തെണ്ടിയുടെ കൂട്ടത്തിലാണ് ജീവിക്കുന്നത്. മേ ബി ഈ ബാല ഇങ്ങനെയൊക്കെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം തക്കതായിട്ട് വന്ന് അല്ല പണത്തിൻ്റെ കുങ്കിൽ ഊരിപ്പോവും. അവസാനം ഇനി അതല്ല ശിക്ഷ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വന്നാൽ ഞാൻ ഭ്രാന്തനാണെന്നുള്ള രീതി വല്ല ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകെ പോകുന്നവരൊക്കെ വിഡ്ഢികൾ ഇവനെ ശിക്ഷയെന്ന് ഈസി ആയിട്ട് ഊരിപ്പോവും. അപ്പോൾ ദൈവത്തെ ഓർത്ത് ഈ എലിസബത്ത് എന്നുള്ള പെൺകുട്ടി കാണിച്ച, അതായത് എലിസബത്ത് എന്നുള്ള പെൺകുട്ടി വളരെ രഹസ്യമായിട്ട് അമൃതയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും. ആ പറഞ്ഞ കാര്യം മുഴുവനും അമൃതയോടൊപ്പം നിൽക്കുന്ന ആളുകൾ എലിസബത്തും ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് മീഡിയയിലോട്ട് ഇടുന്നത് അവരെ അമൃതയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് ഒരാളെ കൂടെ കിട്ടി എന്ന ലെവലിലേക്ക് പറഞ്ഞു വരുമ്പോൾ ഈ എലിസബത്തിൻ്റെ ജീവനോ അതിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊന്നും ഇവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അത് വെറും ഒരു ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു വരുമാനം കൊണ്ട് എവിടെയോ ജീവിച്ചു പോകുന്ന ഒരു കൊച്ചാണ്. അമൃത എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സെലിബ്രിറ്റി ടൈപ്പാണ്. ഇല്ലെങ്കിൽ അമൃതയ്ക്കൊക്കെ സിനിമയായിട്ട് അങ്ങനെയൊക്കെ കുറേ ഗോപിസുന്ദർ ആരൊക്കെയായിട്ട് കുറച്ചുകൂടെ ബന്ധങ്ങളുണ്ട്. ഇതൊന്നുമില്ലാത്ത വെറും ജീവിതത്തിൽ വിഡ്ഢിയായപ്പോൾ ഒരു പെൺകുട്ടിയാണ് എലിസബത്ത്. അവൾക്കിനി ഒരു വിവാഹം കഴിക്കണ പോലെ ഈ ബാലയുടെ അനുവാദം വേണ്ടി വരും. ലിവിങ് ടുഗദർ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. കാരണം കെട്ടിയത് ഒരു കാമ പിശാചിനെയും ഭ്രാന്തനെയാണ്. ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ അമ്മാവൻ്റെ മോളുടെ കൂട്ടത്തിൽ പോയി നിന്ന് എനിക്ക് പറ്റിയ പെണ്ണ് ഇതായിരുന്നു, എൻ്റെ മുറപ്പെണ്ണ് ഇതായിരുന്നു പറഞ്ഞ് പോയിട്ടുണ്ട്. ഇവൻ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നത് ആ മുറപ്പെണ്ണായിരിക്കും. ഇവന് എത്ര പെണ്ണ് കിട്ടിയാലും മതിയാകത്തില്ല. കാരണം നമ്മുടെ മോൺസൺ മാവെങ്കിലുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ വരുമ്പോൾ ഇവൻ്റെ പെണ്ണുങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. ഇവനവിടെ സ്ഥിരം ആളായിരുന്നുള്ള തരത്തിലുള്ള അപഖ്യാതികളും ന്യൂസുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞിട്ടുണ്ട്. അതിലെ സത്യം എനിക്കറിയില്ല, പക്ഷേ ബാക്കി കാര്യങ്ങൾ പറയുന്നത് എല്ലാം സത്യമാണ്. അപ്പം ഈ എലിസബത്ത് എന്നുള്ള പെൺകുട്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ഈ അമൃതയും അവരുടെ കുടുംബമായിട്ടുള്ള ബന്ധം ഒഴിവാക്കിയും തന്നെ ഇതിനകത്തോട്ട് വലിച്ചിടരുതെന്ന് പറയാനുള്ള സാമാന്യ വിവരമെങ്കിലും കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്, അത്യാവശ്യം പൈസയുണ്ട്. എലിസബത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ത്യ മഹാരാജ്യം തന്നെ വിട്ടിട്ട് എവിടെയെങ്കിലും പോയി സേവ് ആകാൻ നോക്കാനുള്ള കാര്യമാണ് നോക്കണ്ടേ. അല്ലാണ്ട് ഒരു ജോലിയായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ ബാലയെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഇപ്പോഴും ആ പെൺകുട്ടിയുടെ വിചാരം കുറച്ചു കാലം കഴിയുമ്പോൾ ബാല തീർത്ത് കിടപ്പിലാകുമ്പോൾ എന്തെങ്കിലും തന്നെയും തൻ്റെ സ്നേഹത്തെയും മനസ്സിലാക്കി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വിഡ്ഢിയായ പെണ്ണാണത്. അവൻ ഇനിയും ചാകാൻ കിടക്കുമ്പോൾ ഒരു പട്ടി ഇല്ലാണ്ട് വരുമ്പോൾ അവൻ ഒന്നേ വിളിക്കും. ഇല്ലെങ്കിൽ ആ കൊച്ച് നല്ലതായതുകൊണ്ട് വീണ്ടും ഭാര്യയാണല്ലോ, കൂടെ ജീവിച്ച പുരുഷനാണല്ലോ, അത് ചെല്ലും, രക്ഷിക്കും. വീണ്ടും അവൻ ഇതേ തെണ്ടിത്തരം സ്വഭാവമായിട്ട് ഇറങ്ങി വരും. അല്ലാണ്ട് അതിനൊരു ഭാര്യയുടെ യാതൊരു പരിഗണന ഈ തെണ്ടി കൊടുക്കാൻ പോകത്തില്ല. അതുകൊണ്ടാണ് പറയണത് എലിസബത്ത് എന്നുള്ളത് ഭൂമിയിലെ ഏറ്റവും വിഡ്ഢിയായി പോയ എന്നാൽ നല്ല വിദ്യാഭ്യാസ യോഗ്യതയും നല്ല ഒരു മനസ്സിൻ്റെ ഉടമയുള്ള ഒരു പെങ്കൊച്ച. ഇതുപോലെയൊന്നും ആർക്കും അബദ്ധം പറ്റരുത് കേട്ടോ.